ഞങ്ങൾ പുതിയൊരു വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇത്രയും വീഡിയോ ഇട്ടതിനകത്തിൽ അമ്മൂമ്മ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ അമ്മൂമ്മ. അമ്മൂമ്മയെ ഞങ്ങൾ തിരിച്ച് അമ്മൂമ്മയുടെ വീട്ടിൽ കൊണ്ടുവിടാനായിട്ട് പോവുകയാണേ. അമ്മൂമ്മ ഇന്ന് തിരിച്ച് പോവുകയാണ്. ഞങ്ങളെല്ലാം കൂടെ അമ്മൂമ്മയെ തിരിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കാൻ പോവുകയാണേ. നമ്മൾ അമ്മൂമ്മയെ കൊണ്ടുവിടാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കിടങ്ങന്നൂർ വരെയായി. കിടങ്ങന്നൂരിൽ നിന്ന് ആറന്മുളയിൽ നിന്ന് നമ്മൾ ഇലന്തൂർ റോഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇലന്തൂർ റോഡിലേക്ക് കാരംവേലി കഴിയുമ്പോൾ നെല്ലിക്കാല ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് പോകേണ്ടത്. അമ്മൂമ്മയുടെ വീട് നാരങ്ങാനത്താണ്. നമ്മളിപ്പോൾ ഈ പോകുന്നത് നമ്മുടെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അവിടുന്ന് അടുത്ത ജംഗ്ഷനാണ് തെക്കേമലയിൽ നിന്നാണ് കാരംവേലി നെല്ലിക്കാല പോകുന്നത്. നമ്മളീ കാണുന്നത് ഒരു ശിവക്ഷേത്രമാണ്. കൊച്ചൊരു ശിവക്ഷേത്രമാണ് ഈ കാണുന്നത്. അതിൻ്റെ ചുറ്റിനും വയലാണേ. നമ്മളങ്ങനെ തെക്കേമല ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ ഇനി പോകുന്നത് നെല്ലിക്കാല. കാരംവേലി കഴിഞ്ഞിട്ട് നെല്ലിക്കാല. ഈ കാണുന്നതാണ് കാരംവേലി സ്കൂള്. തൊട്ടടുത്ത ജംഗ്ഷനാണ് നെല്ലിക്കാല. ഇവിടുന്ന് ഇങ്ങോട്ട് ഇടത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ മുതൽ അങ്ങോട്ട് തിരക്ക് വളരെയധികം കുറവാണ് റോഡിൽ. ഇനി അങ്ങോട്ട് വളരെ തിരക്ക് കുറഞ്ഞ റോഡാണ്. നല്ല ഭംഗിയാണ് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും കാണാൻ. വീടുകൾ വളരെ കുറവാണ്. ചെടികളും മരങ്ങളുമാണ് കൂടുതലും. കണ്ടില്ലേ, നല്ല രസമാണ് ഇതിലിവിടെ യാത്ര ചെയ്യാൻ. ഒത്തിരി പാറകൾ കാണാം നമുക്ക്. അതേപോലെ മരങ്ങളാണ് കൂടുതലും. നല്ല വെയിലുള്ള സമയം പോലും ഇതിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് സുഖമായിട്ട് ചൂടെടുക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്യാം. കണ്ടില്ലേ, ആ കാണുന്ന എല്ലാം പാറകളാണ്. ഇവിടുത്തെ സ്ഥലങ്ങളുടെ പേരുകളും വളരെ വ്യത്യസ്തമാണ്. തോന്നിയാമല, മഹാണിമല, അങ്ങനെയൊക്കെയാണ് സ്ഥലങ്ങളുടെ പേരുകൾ പോലും. എല്ലാം മലകൾ ചേർത്തിട്ടാണ് സ്ഥലങ്ങളുടെ പേരുകൾ പോലും. കണ്ടില്ലേ, ഇതുപോലെ തന്നെ അപ്രവശ്യവും മരങ്ങൾ തന്നെയാണ്. വീടുകളും വളരെ കുറവാണ്, ആളുകളും വളരെ കുറവാണ് ഇവിടെ. നല്ല ശാന്തമായ, കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ശാന്തമായ ഒരു നാടാണിത്. ആ കാണുന്ന എല്ലാം പാറകളാണ്. ഇനി ആ കാണുന്നതാണ് കൊച്ചു നടുവത്തുപാറ മലദേവർ ക്ഷേത്രം. പാറയുടെ മുകളിൽ ആണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. താഴെക്കൂടെ റോഡുണ്ട്. നേരത്തെ ഇത്രയും നല്ല റോഡൊന്നും ഇല്ലായിരുന്നു അവിടേക്ക് എത്താൻ. ഇപ്പം വാഹനങ്ങളെല്ലാം അങ്ങ് മുകളിൽ ചെല്ലും. നേരത്തെ നടന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലേ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളങ്ങനെ വീടിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. വീട്ടിലേക്ക് പോകുന്ന റോഡാണ് ഇത്. ഈ കാണുന്നതാണ് അമ്മൂമ്മയുടെ വീട്. അതായത് എൻ്റെ അമ്മയുടെ വീടാണിത്, അമ്മ വീടാണിത്. കൺമണി ആദ്യമേ ഓടി വീട്ടിലേക്ക് കയറുകയാണ്. അങ്ങനെ ഞങ്ങൾ അമ്മൂമ്മയെ വീട്ടിലാക്കിയിട്ട് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണേ. ഇത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു പള്ളിയാണ്. ഈ പള്ളിക്കൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ 3 കുരിശടിയാണ്. എല്ലാ പള്ളികളിലും ഒരു കുരിശടിയല്ലേ ഉള്ളൂ. ഈ പള്ളിയിൽ 3 കുരിശടിയാണ് ഉള്ളത്. വളരെയധികം പ്രത്യേകതയുള്ളൊരു പള്ളി തന്നെയാണ് ഇത്. ഞങ്ങളങ്ങനെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ അമ്മൂമ്മയെ തിരിച്ചു കൊണ്ടുവന്ന് അമ്മൂമ്മയുടെ വീട്ടിൽ വിട്ടിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ഇപ്പം നമ്മൾ ആറന്മുള റോഡിലേക്ക് കയറുകയാണ്. നിങ്ങൾക്ക് നാരങ്ങാനത്തെ പ്രദേശങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടോ? കുറച്ചേ കാണിക്കാൻ പറ്റുള്ളൂ. ഇതിലും മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഇവിടെയുണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.